ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട് എന്നതിൻ്റെ അർത്ഥം നമുക്കതിൻ്റെ അകത്ത് ഒരു റോളും ഇല്ല എന്നല്ല. ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുള്ളവരെ കുറിച്ച് പഠിച്ചറിയാം. അവരൊക്കെ വില കൊടുത്താണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചത്. വിതച്ചത് കൊയ്യുക എന്ന് കേട്ടിട്ടില്ലേ? കൊയ്യുന്നതിനെയാണ് നാം ദൈവത്തിന് സമയം എന്ന് വിളിക്കാറ്. അപ്പോൾ വിതച്ചതോ? അത് നമ്മുടെ സമയം, നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച സമയം. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ, വിതച്ചത് നമ്മൾ കൊയ്യും, നിന്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മേലെറിയുക, ഏറിയ നാൾക്ക് ശേഷം അത് മടങ്ങി വരുമെന്ന്. അതെ, നമ്മുടെ അനുഗ്രഹത്തിൻ്റെ താക്കോൽ ദൈവം നമ്മുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യത്തിൽ രക്തസ്രാവം ബാധിച്ച ഒരു സഹോദരിയെ നമുക്ക് കാണാൻ കഴിയും. പല വൈദ്യന്മാരുടെ അടുത്ത് ചികിത്സ തേടിയിട്ടും ഒരു കുറവും സംഭവിക്കാതെ ആ വൈദ്യന്മാരിൽ ഏറ്റവും കഷ്ടപ്പെട്ട ഒരു സാധു സ്ത്രീ അവസാനം യേശുവിന്റെ അടുക്കിലേക്ക് വരുവാൻ നിർബന്ധിതയാകുകയാണ്. പക്ഷെ അവൾ വിശ്വസിക്കുന്നുണ്ട്, യേശുവിന്റെ അടുക്കിലെത്തിയാൽ തനിക്ക് സൗഖ്യം വരും. രക്തസ്രാവം ബാധിച്ച സ്ത്രീയെ ജൂതന്മാർ ശപിക്കപ്പെട്ടവളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പരസ്യമായി യേശുവിന്റെ അടുക്കിലേക്ക് എത്താൻ അവൾക്ക് കഴിവില്ല. പക്ഷേ അവൾ യേശുവിന്റെ അടുക്കൽ എത്തുമെന്നും യേശുവിനെ തൊടുമെന്നും സൗഖ്യം പ്രാപിക്കുമെന്നും അവൾ വിശ്വസിക്കുന്നു. യേശു അവളുടെ പട്ടണത്തിലെത്തിയ മാത്രയിൽ അവൾ ഓടി യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നു. പുരുഷാരം കാണാതെ ഇഴഞ്ഞിഴഞ്ഞു വന്ന യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ അവൾ തൊടുന്നു. അവൾ യേശുവിൽ നിന്നുള്ള സൗഖ്യം പ്രാപിക്കുന്നു. അവൾക്കറിയാം, ഇപ്പോൾ യേശുവിന്റെ അടുക്കൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും യേശുവിന്റെ അടുക്കൽ എത്താൻ കഴിയില്ല. അവൾക്കറിയാം, ഈ സമയം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഇനി ഒരു സമയം ലഭിച്ചെന്ന് വരികയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കർത്താവിനെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവൾ സമയം വേസ്റ്റാക്കാതെ അവൾ ഓടി യേശുവിന്റെ അടുക്കൽ വന്നു, യേശുവിനെ തൊട്ടു, അവൾ സൗഖ്യം പ്രാപിച്ചു. അവളുടെ വിശ്വാസത്തെ യേശു അംഗീകരിച്ചു, അവൾക്ക് സൗഖ്യം കൊടുത്തു. ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം നമ്മുടെ സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. സമയം ഇനി ഏറെ ഉണ്ട് എന്ന് പറയുന്ന പൈശാചിക ശബ്ദങ്ങൾക്ക് നാം ചെവി കൊടുക്കാതിരിക്കുക. ഇനിയും അവസരങ്ങൾ ലഭിക്കുമെന്നുള്ള മാനുഷിക വാക്കുകളിൽ അതിന്റെ ചതിക്കുഴിയിൽ വീണുപോകാതിരിക്കുക. ദൈവസന്നിധിയിൽ വൈകാതിരിക്കുക. കർത്താവിന്റെ അടുക്കിലേക്ക് എത്താൻ താമസിക്കാതിരിക്കുക. ആമേൻ.